Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ Mi 10i എന്ന് പറയുന്ന ഒരു ഫോൺ ഷവോമി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? സാംസങ്ങിന്റെ M51 കമ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ OnePlus നോഡുമായിട്ട് നോക്കിയാൽ, അല്ലെങ്കിൽ തന്നെ Realme 7 Proയുമായിട്ട് കമ്പയർ ചെയ്താലും ഈ ഒരു ഫോൺ ഒരു അടിപൊളി ഫോൺ ആണോ അതോ ഇതിനേക്കാൾ ബെറ്റർ ആണോ മറ്റുള്ള ഫോണുകൾ? ആ ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹായ്, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒന്നും മനസ്സിലാക്കാം. അതിനുശേഷം ഇത് മറ്റുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.67 എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 6.7 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD LCD ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സ് റീഫ്രഷ് റേറ്റും 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും 450 ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെയുള്ള ഒരു നോർമലായ ഡീസന്റ് ആയ LCD ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉണ്ട്. സോ സ്ട്രോങ് ആയ ഒരു ഡിവൈസ് കൂടിയാണ്. ഓവറോൾ നല്ല ഡിസൈൻ, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും ആ രീതിയിൽ ഉപയോഗിക്കാം. സോ ഒരു നല്ല ഡിസൈൻ, സൈഡ് മൗണ്ടഡ് ആണ്, ഫിംഗർ പ്രിന്റ് സെൻസർ, 5 ഹോൾ ക്യാമറ, റേ സൈഡിലെ ക്യാമറ സെറ്റപ്പിന്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന്റെ ഒപ്പം തന്നെ ഈ 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അഡാപ്റ്റീവ് കൂടിയാണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആവശ്യമുള്ള ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ആവശ്യമുള്ള സമയത്ത് ആ ഒരു റീഫ്രഷ് റേറ്റ് ഉപയോഗിക്കുക. അതല്ലാത്തപ്പോൾ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ ഇപ്പോൾ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആവശ്യമുള്ളവെങ്കിൽ ആ ഒരു 30 റീഫ്രഷ് റേറ്റിൽ വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു അഡാപ്റ്റീവ് ആയിട്ട് ആവശ്യാനുസരണം മാറി മറിഞ്ഞ് വർക്ക് ചെയ്യുന്ന തരത്തിലാണ് ഇതിന്റെ ഡിസ്പ്ലേയുടെ ഒരു റീഫ്രഷ് റേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അഡാപ്റ്റീവ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതിന്റെ ഡിസൈനും ഡിസ്പ്ലേയും ഒക്കെ നല്ലൊരു സെറ്റപ്പാണ്. പ്രോസസർ വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 750G ആണ്. ഇത് 2.2 GHz ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. അഡിനോ 619 ആണ് GPU. സോ ഒരു നോർമലായ നല്ല ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസസറിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. സോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു നല്ല പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ മെമ്മറി എക്സ്പാൻഷന് ഹൈബ്രിഡ് ഓപ്ഷനാണ് ഉണ്ടാവുക. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡും എന്ന രീതിയിലേ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ പറ്റത്തില്ല. അപ്പോൾ കൂടുതൽ സ്റ്റോറേജ് ഉള്ള ഫോൺ എടുക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് വരിക. സോ അങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. Android 10 ബേസ്ഡ് ആണ്. ഇനി ഇതിന്റെ ക്യാമറ 108 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. ഇതാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. ക്യാമറയുടെ 108 മെഗാ പിക്സൽ എന്ന ഒരു വലിയ നമ്പർ ഉണ്ട് എന്നതല്ലാതെ വേറെ ക്യാമറയുടെ ഭാഗത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഈവൻ 4K വരെ 30 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെയാണ് മെയിൻ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഫുൾ HD തന്നെ പറ്റുള്ളൂ. 4K ഒന്നും കിട്ടത്തില്ല. സോ ഇവിടെ 108 മെഗാ പിക്സൽ ഉണ്ട് എന്നതല്ലാതെ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് പറ്റുക അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ 4K പറ്റുക അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ എക്സ്ട്രാ ആയിട്ടില്ല. ജസ്റ്റ് മെഗാ പിക്സൽ മാത്രമേ കൂടിയിട്ടുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്തായാലും നല്ല ഒരു ക്യാമറ, 108 മെഗാ പിക്സലിന്റെ ക്യാമറ ഫോൺ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നു. 20,999 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസിന് കിട്ടുന്നു എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഈ ഒരു മെഗാ പിക്സലിനെ കാര്യമായിട്ട് കണക്കാക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കരുതാം. അപ്പോൾ അതാണ് ഇതിന്റെ ക്യാമറ സെറ്റപ്പ്. ബട്ട് ഇതിന്റെ ക്വാളിറ്റി എന്തായാലും നിങ്ങൾ ക്യാമറ റിവ്യൂ കണ്ടിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ബാറ്ററി 4820 mAh ബാറ്ററിയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്. സോ ഒരു നല്ല ബാറ്ററി ലൈഫ്. 4800 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 5000 mAh ബാറ്ററിയുടെ അടുത്തെത്തി. സോ ഒരു നല്ല ബാറ്ററി സെറ്റപ്പ് ആണ്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ്, നോർമലായ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ആണ്. സോ ഒരു 1 അവർ എടുക്കും ഇത് ഫുൾ ആയിട്ട് ചാർജ് ആവാൻ. എങ്കിലും ഒരു ഡീസന്റ് ആയ ബാറ്ററി സെറ്റപ്പും ഒരു സഫീഷ്യന്റ് ആയ ഒരു ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെയാണ് ഇതിനൊപ്പം വരുന്നത്. സോ ഓവറോൾ ഈ ഒരു ഫോണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. 215 ഗ്രാമോളമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. സോ ഓവറോൾ ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ഫോൺ കൂടിയായിരിക്കും ഈ ഫോൺ. ഇത് 6.67 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഗ്ലാസ് ഡിസൈൻ ആണ്. സോ ഈ വെയിറ്റ് ഈ ഒരു ഫോണിന് വരാം. ഇത്രയും വലിയൊരു ഫോൺ തീർച്ചയായിട്ടും വരാം. ബട്ട് നിങ്ങൾ ഹെവി വെയിറ്റ് ഉള്ള ഫോണിൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇതുകൂടി ഒന്ന് ഓർത്ത് വെക്കാം. അത്യാവശ്യം വെയിറ്റ് ഉള്ള ഫോണായിരിക്കും ഈ പറയുന്ന Mi 10i എന്ന ഫോൺ. സോ ഈ ഒരു ഫോൺ നല്ല ഡിസ്പ്ലേ, റീഫ്രഷ് റേറ്റുള്ള നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ഒരു കൂടിയ മെഗാ പിക്സലുള്ള ക്യാമറയുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയുണ്ട് ഈ ഒരു പ്രൈസിന്? 20,999, 6GB റാം, 64GB സ്റ്റോറേജ്. 2 സിം ഉപയോഗിക്കണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ 6GB 64 നോക്കണ്ട, കൂടുതൽ സ്റ്റോറേജ് ഉള്ള വേരിയന്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 22,000 രൂപ വരും നമ്മുടെ Mi 10i എന്ന ഫോണിന്. സോ ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഒക്കെ മനസ്സിലായി. ഇനി ഈ OnePlus നോഡ് എന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്താൽ എങ്ങനെയുണ്ടാവും എന്ന് നോക്കിയാൽ, സെൽഫി ക്യാമറയിൽ ഡുവൽ സെൽഫി ക്യാമറ, വൈഡ് ആംഗിൾ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന 32 മെഗാ പിക്സലിന്റെ മെയിൻ സെൽഫി ക്യാമറ അടങ്ങുന്ന ഒരു സെൽഫി ക്യാമറ സെറ്റപ്പാണ് നമുക്ക് OnePlus നോഡിലുള്ളത്. ഒപ്പം അത് AMOLED ഡിസ്പ്ലേയുമാണ്. ഈ 2 കാര്യങ്ങൾ, ഒപ്പം OnePlus എന്ന ബ്രാൻഡ്, ഈ 2 കാര്യങ്ങളും OnePlus എന്ന ബ്രാൻഡ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ Mi 10iയേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് എടുക്കാം. ബട്ട് ഈ സെൽഫി ക്യാമറയിൽ ഒരു 32 മെഗാ പിക്സലും വൈഡ് ആംഗിളോ ഒന്നും കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ റീഫ്രഷ്, 120 ഹെർട്സിന്റെ റീഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു LCD ഡിസ്പ്ലേ ഉള്ള ഫോൺ എടുക്കാം.
OnePlus Nord 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. അപ്പോഴും അത് മോശമല്ല, അതും റീഫ്രഷ് റേറ്റ് കൂടുതലുള്ള ഒരു ഫോൺ തന്നെയാണ്. OnePlus Nord നിങ്ങൾക്ക് എടുക്കാം, Mi 10i എടുക്കാം. പെർഫോമൻസ് വൈസ് രണ്ടും ഏറെക്കുറെ തുല്യമായ പെർഫോമൻസ് തന്നെയാണ് തരിക. ഗീക്ക് ബെഞ്ച് സ്കോറുകളും ആൻറ്റുറ്റി സ്കോറുകളും നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. റിയൽ വേൾഡിൽ കാര്യമായൊരു ഡിഫറൻസ് അവിടെ ഉണ്ടാവാനില്ല. സോ ഓവറോൾ ഇത് രണ്ടും തുല്യമായൊരു സെറ്റപ്പിലേ ഞാൻ കാണുള്ളൂ. ഇതിന്റെ ക്യാമറ 108 മെഗാ പിക്സൽ ക്യാമറ ഉണ്ടെന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ മെയിൻ ക്യാമറയ്ക്ക് കൂടുതൽ പ്രിഫറൻസ് നമുക്ക് Mi 10iക്ക് തന്നെ കൊടുക്കാം എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ സെൽഫി ക്യാമറയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് എങ്കിൽ OnePlus Nord എടുക്കാം, അതായിരിക്കും നല്ല ഓപ്ഷൻ. ഇത് രണ്ടിൻ്റെയും ക്യാമറയുടെ കാര്യമാണ് മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ റിവ്യൂസ് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾ OnePlus ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒന്നും നോക്കണ്ട, Nord തന്നെ എടുക്കുക. പക്ഷെ ഓർക്കുക, പ്രൈസ് തീർച്ചയായിട്ടും OnePlusന് കൂടുതലാണ്. ആ പ്രൈസിനാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് കിട്ടുന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം. M51 എന്ന ഫോണിലേക്ക് നോക്കിയാൽ ഫ്രണ്ട് ക്യാമറയിൽ 4K ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം M51 ഉണ്ട്. ഒപ്പം 7000 mAh ബാറ്ററി ഉണ്ട്, AMOLED ഡിസ്പ്ലേ ഉണ്ട്, സാംസങ് എന്ന ബ്രാൻഡും വരുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ മിക്കവാറും ഒരുപാട് പേരും M51 ചൂസ് ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ബട്ട് 5G അടക്കമുള്ള Mi 10i അപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട്, ഈ 5G ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് Mi 10iക്ക് നിൽക്കും. നിങ്ങൾ ബ്രാൻഡ് ഒന്നും നോക്കുന്നില്ല, AMOLED ഡിസ്പ്ലേ നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, വലിയ ബാറ്ററി ലൈഫ് വേണ്ട, ഫ്രണ്ട് ക്യാമറയ്ക്ക് 4K വേണ്ട, നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ, അത് 5G ഒക്കെ ഉള്ളൊരു അല്ല ഫോൺ തന്നെ വേണം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ M51 മുകളിൽ നിങ്ങൾക്ക് Mi 10i എടുക്കാം. ബട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും M51 നിങ്ങൾക്ക് പരിഗണിക്കേണ്ടുന്ന ഒരു ഫോണായിട്ട് തന്നെ മാറുന്നുണ്ട്. ഇനി Realme 7 Proയേക്കാൾ നല്ലതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് മേഖല നല്ലതാണ്. 65 വാട്ടും AMOLED ഡിസ്പ്ലേയുമാണ് Realme 7 Proയിൽ പറയാനുള്ളത്. അത് ഒഴിച്ചു നിർത്തിയാൽ കൂടിയ റീഫ്രഷ് റേറ്റും കാര്യങ്ങളും, ബെറ്ററായ പ്രോസസറും, ബെറ്ററായ ബാറ്ററി ലൈഫും കാര്യങ്ങളും എല്ലാം 108 മെഗാ പിക്സലിന്റെ ക്യാമറ അടങ്ങുന്ന കൂടിയ എല്ലാ ക്വാളിറ്റിയും നമുക്ക് തീർച്ചയായിട്ടും Mi 10iയിൽ കാണാം. സോ Realme 7 Proയോ Poco X3 അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും Mi 10iനെ പരിഗണിക്കാം. അതേസമയം M51 ഒക്കെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് കൂടുതൽ വരുന്നുണ്ട്. OnePlusഉം കുറച്ച് ബെറ്റർ ആവുന്നുണ്ട്. ഓവറോൾ നമുക്ക് 5G ഉള്ള അഡ്വാൻസ്ഡ് ആയ ഒരു ഫോൺ, ഷാമിയുടെ ഫോൺ ഇഷ്ടപ്പെട്ടെടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ Mi 10i തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിന് ഇപ്പോഴേക്ക് വർത്തായ ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.